എനിക്ക് അലാറം അടിക്കുന്നു. എനിക്ക് 9 മണിയായി. ക്ലാസ്സിൽ എനിക്കെന്ത് സെഷനുണ്ട് പറഞ്ഞില്ല. എനിക്കെന്നാ നേരണ്ട് ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം. ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. भाई एक चौड़ा भटूरी। ഇതാണ് ഞങ്ങളുടെ അലിഗഡ്. അല്ല, ഞങ്ങൾ മലയാളികളുടെ അലിഗഡ്. പിന്നെ ഇത്രയും മറ്റ് സംസ്ഥാനക്കാർക്കിടയിൽ ഞങ്ങൾ എങ്ങനെ ഇത്രയും അടിപൊളി ഹാപ്പിയായി പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ അമ്മൂമ്മക്കാർ തന്നെയാണ്. അതിലെ അമ്മൂമ്മേടെ മെസ്സേജ് നോക്കി എവിടെ നോക്കട്ടെ. അതിനിപ്പോ എന്താണ്, സ്പോർട്സിന്റെ 500 മെസ്സേജ് അല്ലേ? 10 മിനിറ്റ്. ഇനി നിങ്ങൾ കാണാൻ പോണേ നമ്മളവിടുത്തെ ക്യാമ്പസും ഞങ്ങളവിടുത്തെ ലൈഫൊക്കെയാണ്. മീറ്റിംഗിന് വന്നതാണോ? ഞാനിതിപ്പോ ആലോചിക്കണേ, നമുക്കെന്താ ഒന്നും കിട്ടാത്തെ? അമ്മൂമ്മന്റെ എല്ലാ പരിപാടിക്കും ഇവിടുന്നാണല്ലോ ഒരു തുടക്കം. വരും എന്തായാലും അല്ല, കുറച്ചുകൂടി നോക്കാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ തിയോളജി, മലയാളികളുടെ സ്വന്തം പാർലമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കൂടാതെ മലയാളികൾ ഇന്ന് വരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാലങ്ങളായി നമ്മുടെ സീനിയേഴ്സ് തപസ്സിരുന്ന് കാര്യകാരണങ്ങൾ കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന എന്തേലും കൊതിക്കാതിരിക്കൂല. ആദ്യമൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പ്രോക്ടേഴ്സ് എണീച്ചു പോകാനൊക്കെ പറച്ചിലുണ്ടേനു. പക്ഷെ ഇപ്പോ കണ്ട് കണ്ട് ഇത് ഓർക്കും ഒരു ശീലായി. അതുപോലെ നമുക്കും. പിന്നെ നമ്മുടെ മീറ്റിംഗ് ഇപ്പോ രാവുന്നോ പകലെന്നോ ഒരു വ്യത്യാസം ഇല്ലാണ്ടായി. എപ്പോഴും ഇവിടെ നമ്മൾ തന്നെ. ഏറെക്കുറെ ഇതിപ്പോ നമ്മുടെ ലോണാണ്. കിനാവുകൾ
റോഷൻ തുടങ്ങുന്നത് എന്താ റോഷൻ അമാര നാമ സൂഫിഷാൻ എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ് തോന്നുന്നു ഓരാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ സാനിയ പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ട്. ആ കുട്ടി നമ്മളെല്ലാരും ക്യാൻറ്റീനിക്ക് വരുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പൈസ ചോദിക്കും. അപ്പം മലയാളികളെല്ലാരും എന്ത് ചെയ്യും, പൈസ കൊടുക്കൂല, ഓരെന്നെ വാങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ദിവസം സാനിയ വന്നിട്ട് ഈ സൂഫിഷാനെയാണ് തോന്നണു. സൂഫിഷാൻ അപ്പിന്റെ പേരെടുത്ത് ഇങ്ങനെ കുറെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആർക്കും മനസ്സിലാവണം, വേറെ ആരും ചോദിക്കണില്ല, ഇവരെ മാത്രമേ ചോദിക്കണുള്ളൂ. അപ്പൊ സാനിയനോട് ചോദിച്ചു, ഈ എന്തിനാ ഓരെ മാത്രം ചോദിക്കണേ, ഞങ്ങളൊന്നും ചോദിക്കണില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പം സാനിയ പറഞ്ഞ എന്താ വെച്ചാല്, സൂഫിഷാൻ അപ്പ് എനിക്കിന്റെ പേരെഴുതാൻ പഠിപ്പിച്ചു നിൽക്കണു, അതുകൊണ്ടാണ് ഞാൻ സൂഫിഷാൻ അപ്പിനെ ചോദിക്കണ പറഞ്ഞു. അപ്പോ അങ്ങനെ കുറച്ച് 5-6 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉവൈസ്ക, ഹസ്നത്ത, റഷാപ്പി, പിന്നെ റുക്സാർജി, ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് ഡെയിലി വന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ. अभी वापस कॉल करूंगी. बात नहीं हो पाएगा ना वीडियो, वो पीछे है, वो बोल दे. ഇവരിപ്പൊ ഈ കാണുന്ന ഫോമിലൊന്നും ആയിരുന്നില്ല റോഷൻ ഉണ്ടായിരുന്നത്. ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ ഒരു പെൻസിൽ പോലും പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കുറെ ആദ്യം ഇവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ തന്നെ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓൾക്ക് നമ്മളൊരു ട്രസ്റ്റ് വരണം, അതായത് മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ വീട്ടിൽ ചെന്നിട്ടാണല്ലോ കുട്ടികളെ പഠിപ്പിക്കണേ. ആ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കുറെ ബുദ്ധിമുട്ടിക്കണ്. പിന്നെ അതേപോലെ ഇവർക്ക് ഇതൊരു മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് കുട്ടികളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഓൾക്ക് തന്നെ അറിവ് നേടണം എന്നുള്ളൊരു പോയിന്റ് വരുന്നത് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ജാവേദിന്റെ വല്യമാരനാണ്. ജാവേദിന്റെ വല്യമാൻ ഇതേപോലെ ഒരു പട്ടി അടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ട് സ്ലിപ്പിൽ എഴുതി കൊടുത്തു. അതിലിങ്ങനെ പറഞ്ഞിരുന്നു 7 ദിവസത്തിന് ശേഷം എന്തോ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുന്നു. പക്ഷെ ഇവർക്ക് ഇത് വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഇവർക്ക് ഈ ഡേറ്റ് അറിയില്ല. അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ മറക്കല, അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിയാതാവുകയും അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കലൊക്കെ ആവുകയും ചെയ്തു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായി തുടങ്ങിയത് അമ്മി बहुत मारती है अभी नहीं. अस्सलामुअलैकुम, कैसे हो? वहाँ पे आप स्कूल नहीं जाती है? അലിഗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ചി ഹാളും ജമാ മസ്ജിദും സെന്റിനറിയും തുടങ്ങി കേവലം ഇവിടുത്തെ കെട്ടിടങ്ങൾ മാത്രമല്ല, അത് ഇവിടുത്തെ മനുഷ്യർ കൂടിയാണ്. ജീവിതത്തിൽ ആകെ നടന്ന് തളർന്ന മനുഷ്യർക്ക് അവർക്ക് ആശ്വാസം കണ്ടെത്താൻ, അവരുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ, അവർക്കൊരു അഭയമായി തീർന്ന 1000 മനുഷ്യരുണ്ട് ഇവിടെ. അവരാണ് ശരിക്കും അലിഗഡിനെ അലിഗഡാക്കി തീർക്കുന്നത്. ഡൽഹിയും ബോംബെ ഒന്നും പോലെ ഇന്ത്യയിൽ വലിയൊരു പട്ടണമൊന്നുമല്ല അലിഗഡ്. അതായത് കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ തന്നെ കൂടിയാൽ 50 ഡിഗ്രിക്ക് മുകളിൽ, കുറഞ്ഞാൽ 10 ഡിഗ്രിക്ക് താഴേക്ക് പോകുന്ന സഹിക്കാനാകാത്തൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാലും അത്ര പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊന്നും അലിഗഡിന് തരാനില്ല. ഭാഷയുടെ പരിമിതികൾ, അറിയാത്ത സംസ്കാരം, അവിടെയൊക്കെയാണ് ശരിക്കും അലിഗഡിൻ്റെ മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. JNMCയിലെ പനിച്ചൂടിലും ലൈബ്രറി ക്യാൻറ്റീനിലെ ജ്യൂസുകളിലും അങ്ങനെ തുടങ്ങിയ ഡെക്ക് പോയിന്റിലും ഗുലിസ്ഥാനിലും ഒക്കെ ഈ മനുഷ്യന്മാരാണ് നമ്മളെ അലിഗഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അലിഗഡിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അലിഗഡിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് പറയാനുള്ള ഒരു പറ്റം പ്രിയപ്പെട്ട മനുഷ്യരെ കൂടി ചേർത്തിട്ടാകും അവരവരുടെ ക്യാമ്പസിനെ വിവരിക്കുക. അങ്ങനെ വിവരിക്കാൻ ആളുകളില്ലാതെ അലിഗഡിൽ നിന്ന് പോകുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് സുധാമൂർത്തിയുടെ ഹൊറിഗല്ലു എന്നുള്ളൊരു പ്രയോഗമാണ്. യാത്ര ചെയ്ത് നടന്ന് അവശരായിട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ തോളത്തുള്ള ചുമട് അല്ലെങ്കിൽ ആ ഭാരം ഒന്ന് കുറച്ച് നേരം ഇറക്കി വെക്കാൻ
കവലകളിൽ തീർത്തു വച്ചേക്കുന്ന ചുമട് താങ്ങികളാണ് ഹോറികല്ലുകൾ. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് അലിഗഡിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ അല്ലെങ്കിൽ നമ്മളിടങ്ങൾ കണ്ടെത്താൻ അലിഗഡ് അവരെ സഹായിക്കാറുണ്ട്. അവിടെയാണ് ശരിക്കും അലിഗഡിൻ്റെ ഭംഗി തുടങ്ങുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ കാലാവസ്ഥയും നമ്മൾ നമ്മുടെ ഓരോ വികാരങ്ങളോടുകൂടി ചേർത്ത് വെക്കും. അതായത് ഇവിടുത്തെ വസന്തത്തിനെയും ഇവിടുത്തെ ശൈത്യത്തിനെയും ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങും. അതെ, ജീവിതത്തിൽ ആകെ നടന്ന് തളർന്ന് ഇവിടെ എത്തിയ മനുഷ്യർക്ക് അവരുടെ ഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാൻ, അവർക്ക് ആശ്വാസം കണ്ടെത്താൻ, അവർക്ക് അഭയമായി തീർന്ന 1000 മനുഷ്യരുണ്ട് ഇവിടെ. ആ മനുഷ്യർ നമുക്ക് വേണ്ടി തിരക്കേറിയ ഷംഷാദിനെയും ചുങ്കിയെയും ബാബേ സയ്യിദിനെയും ഒക്കെ പറുദീസയാക്കി തരും. പിന്നീട് അങ്ങോട്ട് എല്ലാം പ്രിയപ്പെട്ടതാകും. അതുകൊണ്ടാകാം അസ്റാറുൽ ഹക്ക് മജാസി തൻ്റെ കവിതയിൽ അലിഗഡിനെ എൻ്റെ പൂന്തോട്ടം എന്ന് വിളിച്ചത്. അതെ, മജാസി പറയുന്നുണ്ട്, ഞാൻ ഈ പൂന്തോട്ടത്തിലെ ഒരു രാപ്പാടി മാത്രമാണ്. അലിഗഡിലെ സൗഹൃദങ്ങൾ തുടങ്ങുന്നത് ചായകളിൽ നിന്നാണ്. വിളമ്പുന്ന ചായകൾക്കൊപ്പം കഥകൾ കയറി വരും. അതായത് ഏറി വരുന്ന കഥകൾ, അത് കേൾക്കാനുള്ള ആളുകൾ, അതിന്ന് തുടങ്ങുന്ന ബന്ധങ്ങൾ പിന്നെ ചെന്ന് നിൽക്കുന്നത് യാത്രകളിലാണ്. അതായത് ചായ കുടിച്ചൊപ്പം കൂടിയവരൊപ്പം ചേർന്ന് പിന്നെ പുതിയ അനുഭവങ്ങളാണ്. പിന്നെ അവരുമായിട്ട് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും കഥകളാണ്. അതായത് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന കഥകൾ, പിന്നെ ഇവിടെ അവരോടൊപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കഥകൾ, അങ്ങനെ ഈ കഥകളും ഒഴുക്കുകളൊക്കെ ആയിട്ട് ചേർന്ന് ശരിക്കും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് എവിടെ നിന്നും കിട്ടാത്തൊരു സ്പേസ് കാണാം അലിഗഡ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ തോന്നുന്നു. കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് അലിഗഡിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. ഈ 5 കൊല്ലത്തിനിടയിൽ ഒരുപാട് മനുഷ്യർ അലിഗഡിൽ വന്നു പോയിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അലിഗഡിക്ക് വരുന്ന ആളുകളൊക്കെ അലിഗഡിനോടുള്ള പരാതികളും പരിഭവമായിട്ടാണ് അലിഗഡിലേക്ക് വരിക. അതായത് എനിക്കിഷ്ടമല്ല, എനിക്ക് തീരെ കഴിയുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, ഒക്കെ പരാതികളായിരിക്കും. പക്ഷേ കുറഞ്ഞൊരു സമയം കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, അലിഗഡ് ഇതിനെ തിരുത്താൻ തുടങ്ങും. അതായത് ഡൽഹിയിലും അതുപോലെ തന്നെ കശ്മീരിലൊക്കെ യാത്ര കഴിഞ്ഞ് തിരിച്ച് ട്രെയിൻ ഇറങ്ങുമ്പോൾ അവർ പറയും, എന്തോ വീട്ടിൽ വന്നിറങ്ങിയതുപോലെയാണെന്ന്. അന്ന് മുതൽ പറഞ്ഞിരുന്ന പരാതികൾക്കൊക്കെ ബദലായിട്ട് ഒടുക്കം ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അവരുടെ മനസ്സിലുള്ളത് ഇനി എന്ന് അലിഗഡിലേക്ക് വരും എന്നുള്ളൊരു കാര്യമാണ്. അതായത് എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും സമാധാനം അനുഭവിച്ച കാലഘട്ടം അലിഗഡാണ്. എല്ലാവരും പറയും ഒരു കംഫർട്ട് സർക്കിളിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അലിഗഡിലേക്ക് വന്നതെന്ന്. പക്ഷേ ലൈഫിൽ നമുക്ക് ഒരിടത്തും തരാനാകാത്തൊരു കംഫർട്ട് സർക്കിൾ അലിഗഡിന് തരാൻ പറ്റും. അതായത് ഈ പരാതി പറഞ്ഞിരുന്ന മനുഷ്യർ തന്നെ പറയും അലിഗഡ് ഭയങ്കര കംഫർട്ടാണെന്ന്, ഭയങ്കര സമാധാനമാണെന്ന്. അവർ തന്നെ പറയും അലിഗഡ് സുക്കൂനാണെന്ന്. അതിരുകൾ താണ്ടി വരുന്ന എല്ലാ മനുഷ്യർക്കും സ്നേഹത്തിൻ്റെ ചായ വിളമ്പുന്ന, അതായത് ബാബേ സയ്യിദിനും സെൻറ്റനറിക്കും ഇടയിൽ ഒരു പൂന്തോട്ടം തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, ഇഷ്ടങ്ങളെ വളർത്തിയെടുക്കുന്ന, അനിഷ്ടങ്ങളെപ്പോലും സ്നേഹമാക്കി തീർക്കുന്ന, അങ്ങനെ സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, കരുതലിൻ്റെ 1000 മനുഷ്യർ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇടമാണ് അലിഗഡ്. അതിലെനിക്ക് തോന്നിയിട്ടുണ്ട് അമൂമയ്ക്ക്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷന് വലിയൊരു പങ്കുണ്ട്. അതായത് ദൂരെ എവിടെ നിന്നോ വരുന്ന മലയാളികൾക്ക് ഇവിടെ ഒരു ഇടം തീർക്കുന്നുണ്ട് അവർ. ആ ഒരു ഇടത്തിൻ്റെ തണൽ കൂടി ഉണ്ടാകുമ്പോൾ മധുരത്തിന് വീണ്ടും എന്ത് മധുരം എന്ന് തോന്നുക. അങ്ങനെ ഇത് രണ്ടും ചേർന്നിട്ടാണ് അലിഗഡിലെ മലയാളി വിദ്യാർത്ഥികൾ ഇവിടുത്തെ പഠനകാലം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ പോകുന്ന മനുഷ്യർക്ക് മുമ്പിൽ അലിഗഡ് വെക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. അതായത് ഒന്നുമല്ലാതിരുന്ന എവിടെ നിന്നോ വന്ന മനുഷ്യർക്ക് അറിവും അഭയവും ആശ്വാസവും സ്നേഹിക്കാൻ ഒരുപിടി മനുഷ്യരെയും തരുന്നത് അതൊരു അലിഗഡ് മാജിക് തന്നെയാണ്. അതെ, അലിഗഡിൻ്റെ വിദ്യാർത്ഥികൾക്ക് പൂന്തോട്ടാണ്, പറുദീസയാണ്, അവരുടെ നല്ല ഓർമ്മകളാണ്.